ഇതാണ് കടുക്ക മരം. കടുക്കയുടെ മരം ഇത്. ഇതിൻ്റെ ഇല. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കടുക്ക എന്ന ഒറ്റമൂലി ഔഷധത്തിനെ കുറിച്ചാണ്. പല ആൾക്കാർക്കും കടുക്കയെക്കുറിച്ച് അറിയാം, പലരും അറിയാതെ പോകുന്നിരിക്കും. ഇതാ കടുക്ക എന്ന് പറഞ്ഞ സാധനം ഇതാണ് കടുക്ക. കണ്ടാൽ ഒരു നെല്ലിക്കനേക്കാളും ലേശം വലിപ്പമുണ്ടാകും, നീളമായ കുറച്ച് ആകൃതി. ഇത് പച്ചയാണ്. ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടി പച്ച ഞാൻ പറിച്ചു കൊണ്ടുവന്നതാണ്. ഇത് ഉണങ്ങിയാൽ കറുത്തിരിക്കും. പിന്നെ ഈ സാധനം, ഈ ഒറ്റമൂലി കടുക്ക എന്ന വസ്തു നല്ലൊരു ഔഷധം കൂടിയാണ്. കടുക്ക കഷായം വെച്ച് സേവിക്കുക, രക്തവാതത്തെ കളയും. കടുക്ക കഷായം വെച്ച് സേവിച്ചാൽ രക്തവാതം നമ്മിൽ നിന്ന് സുഖപ്പെടും. അതുപോലെ കടുക്കത്തൊണ്ട് പൊടിച്ച് തേൻ ചേർത്ത് സേവിക്കുക. ദീപനം എന്ന് പറഞ്ഞാൽ ദഹനത്തെ ഉണ്ടാക്കും. അതുപോലെ കഫത്താൽ വരുന്ന രോഗങ്ങളെ തടയും. രക്തപിത്തം, ശൂലം എന്ന് പറഞ്ഞാൽ വേദനകൾ, വയറുവേദന, ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതിസാരം, വയറ്റിന്ന് പോക്ക് എന്നിവയെ ശമിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഗുണം ചെയ്യും. മറ്റൊന്ന്, കടുക്ക വറുത്ത് പൊടിച്ച് നെയ്യിൽ ലേഹ്യമായി സേവിക്കുക. അതിന് മേലെ പാൽ കുറുക്കി സേവിക്കുകയും ചെയ്താൽ വയറിളക്കവും രക്തവാതത്തെയും കളയുകയും ചെയ്യും. ഇങ്ങനെ ഒട്ടനവധി മരുന്നുകൾ ഇതിനാലുണ്ട്. മറ്റൊന്ന്, കടുക്ക ഗോമൂത്രത്തിൽ പുഴുങ്ങി വറ്റിച്ച് അരച്ച് സേവിച്ചാൽ വിരേചനത്തെ ഉണ്ടാക്കും. പിത്തപാണ്ഡുവിനെയും ശോഭത്തെയും ശമിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന്, അതുപോലെ കടുക്കയുടെ തോട് 6 ഗ്രാം പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി അതിരാവിലെ കുടിച്ചാൽ വിരേചനമുണ്ടാക്കും. പുറത്തു പോകാതെ വയറ്റിൽ അടിഞ്ഞുകൂടുന്ന പുറത്തു പോകാതെ ചില ആൾക്കാർക്ക് ശോധന ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം. അവരിത് ചെയ്താൽ അവർക്ക് പുറത്തു പോക്ക് ശരിയാവും. ഇത് തന്നെ ഒരു രാത്രി ഗോമൂത്രത്തിൽ ഇട്ട് വെച്ചിരുന്ന് രാവിലെ എടുത്ത് അരച്ച് കഴിച്ചാൽ അർശസ്, മഹോദരം, ദുർമേധസ് എന്നീ അസുഖങ്ങൾക്കൊക്കെ ഗുണം ലഭിക്കുന്നതാണ്. അർശസ് എന്ന് പറഞ്ഞാൽ മൂലക്കുരു എന്നൊക്കെ പറയും. അതാണ്. തൊണ്ടയിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് കടുക്ക പൊടിച്ച് 3 മുതൽ 6 ഗ്രാം വരെ തേൻ ചേർത്ത് പതിവായി കഴിക്കുന്നത് നല്ലതാണ്. ദഹനക്കുറവുള്ളവർ ആഹാരത്തിന് മുമ്പ് 3 ഗ്രാം കടുക്കാപ്പൊടി അതിന് ഇരട്ടി ശർക്കരയും ചേർത്ത് പതിവായി സേവിക്കണം. വൃഷണവീക്കത്തിന് കടുക്കാത്തോട് ഗോമൂത്രത്തിൽ വേവിച്ച് ഉണക്കിപ്പൊടിച്ച് 15 മില്ലി ആവണക്കെണ്ണയിൽ കലർത്തി ദിവസവും രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക, ഇരട്ടി മധുരം ഇവ 3:2:1:1 എന്ന ക്രമത്തിൽ എടുത്ത് പൊടിച്ച് ചൂർണമുണ്ടാക്കി നെയ്യും തേനും വ്യത്യസ്ത അളവിൽ എടുത്ത് ചേർത്ത് പതിവായി കഴിക്കുന്നത് എല്ലാവിധ നേത്രരോഗങ്ങൾക്കും കാസത്തിനും നന്നാണ്. കാസം എന്ന് പറഞ്ഞാൽ ചുമയാണ് കാസം എന്ന് പറയുക. പഴകിയ വ്രണങ്ങൾ, മുറിവുകൾ, പൊള്ളൽ എന്നിവയുള്ള ഭാഗങ്ങളിൽ പുറമേ പുരട്ടുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ക്ഷീണിച്ചവർ, രൂക്ഷരും, അതായത് വളരെ ആരോഗ്യം നന്നേ കുറഞ്ഞവർ, ഇവർ
അധികമായിട്ട് ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പിത്തകോപമുള്ളവർ, പിത്തത്താൽ വന്ന രോഗമുള്ളവർ, ഗർഭിണികൾ, ഇവർ കടുക്ക ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ അവർക്ക് അത് അത്ര ഗുണമുള്ളതല്ല. അതല്ലാത്ത ആൾക്കാർക്ക് കഴിക്കൽ ഈ പറഞ്ഞ രോഗങ്ങൾക്കൊക്കെ വലിയ ശമനം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി കൂടുതൽ മരുന്നുകളെ കുറിച്ചുള്ള വീഡിയോകൾ വീണ്ടും കാണാം. ഇത് നിങ്ങൾക്ക്